ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഈ ഫ്രണ്ട് പോർഷനിൽ വരുന്ന ഗ്യാപ്പിനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയാൻ പോകുന്നത്. ഫ്രണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാപ്പ് വരും, എന്നാൽ അത് 1 ഇഞ്ചോ 2 ഇഞ്ചോ വരാൻ പാടുള്ളൂ. അതിൻ്റെ മുകളിലേക്കൊക്കെ ഈ ഗ്യാപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലൗസ് ഇടുമ്പോൾ ഈ ഹുക്ക് വെക്കുന്ന ഭാഗത്തും അതേപോലെ ചെസ്റ്റിൻ്റെ അവിടെയും ഒരു പിടിച്ച് വലിച്ചിട്ട് നമ്മൾ ഹുക്ക് ഇടുന്ന ഒരു ഫീൽ ഉണ്ടാവും ഇടുമ്പോൾ. അപ്പോൾ ഇതിലെനിക്ക് 3.25 ആണ് ഗ്യാപ്പ് വരുന്നത്. അപ്പോൾ ഇത്ര വരാൻ പാടില്ല. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്രയും ഗ്യാപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലൗസിലുണ്ടാവുന്ന ചെറിയ ചെറിയ മാറ്റം എന്താണെന്നുള്ളത് പറയാം കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വലിച്ച് കൊക്കിയിട്ട പോലെ ഉണ്ടാവും. ഈ കൈക്കുഴിയുടെ അവിടെ നിന്ന് നെക്കിലേക്ക് ഒരു ലൈൻ ഫോം ആവുന്ന പോലെ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ സൈഡ് ഒരു വൃത്തി ഉണ്ടാവില്ല. പിന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നെക്ക് നല്ല റൗണ്ട് ഷേപ്പിലായിരിക്കും കട്ട് ചെയ്തെടുക്കുക. എന്നാൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഹുക്ക് ഇങ്ങനെ ഇടുമ്പോഴായിരിക്കും ഈ റൗണ്ട് നെക്ക് പോയിട്ട് ഷേപ്പില്ലാണ്ട് ഒരു വി നെക്ക് അതല്ലെങ്കിൽ യു നെക്കിൻ്റെ ഷേപ്പിൽ വരും. നമ്മൾ കട്ട് ചെയ്ത സമയത്ത് ഉണ്ടാവുന്ന നെക്ക് ആയിരിക്കില്ല നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വെയർ ചെയ്യുന്ന സമയത്ത് ആ നെക്ക്. അപ്പോൾ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റാക്കി എടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബാക്കും ഫ്രണ്ടും അതായത് നമ്മുടെ ബോഡിയിലത്തെ അളവിനെ 4 ആക്കിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. ചില ബ്ലൗസുകളിൽ ബാക്ക് നല്ല ലൂസായിരിക്കും. ഇതിലിപ്പോൾ 23.5 ഇതിൻ്റെ ബാക്ക് സൈഡിൻ്റെ അളവ്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ വരുമ്പോൾ ഈ 23.5 ഇഞ്ച് തന്നെയാണ് വരിക. ചിലപ്പോൾ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ കുറവ് വന്നേക്കാം കേട്ടോ ബ്ലൗസിൽ ഫ്രണ്ട് സൈഡിൽ വരുമ്പോൾ. ഇപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ ബാക്ക് എത്രയാണോ അതിൻ്റെ അതേ അളവായിരിക്കണം ഫ്രണ്ടിലും വരിക. അതായത് ചെസ്റ്റിൻ്റെ അവിടെയും ഹിപ്പിൻ്റെ അവിടെയാണ് കേട്ടോ പറയുന്നത്. അതായത് നമ്മുടെ കപ്പ് ഷേപ്പിൻ്റെ അവിടെ അത് വരില്ല. അത് കപ്പിൻ്റെ അവിടെ ഒരു ലൂസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ നോക്കണ്ട. ചെസ്റ്റിൻ്റെ അതായത് കൈക്കുഴിയുടെ അവിടെയും ഹിപ്പിൻ്റെ അവിടെയും ബാക്കിൽ ഏത് അളവാണോ അതിൻ്റെ അതേ അളവ് വേണം വരാൻ. നേരത്തെ പറഞ്ഞ പോലെ ചെസ്റ്റിൻ്റെ അവിടെ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ഒക്കെ കുറഞ്ഞാലും കുഴപ്പമില്ല. എന്നാൽ ഹിപ്പിൻ്റെ അവിടെ നമ്മൾ ഒരിക്കലും ബാക്കിനെക്കാട്ടിലും ലൂസ് കുറയ്ക്കരുത് ഫ്രണ്ടിൽ. ബാക്കിൽ ഹിപ്പിൽ എത്രയാണോ ലൂസ് വിട്ടിരിക്കുന്നത് അതേ ലൂസ് വേണം ഫ്രണ്ടിലും വിടാൻ. അപ്പം അങ്ങനെ പകുതിക്ക് പകുതി നമ്മൾ വിടുമ്പോഴാണ് ഈ ഗ്യാപ്പ് കുറഞ്ഞിട്ട് നമുക്ക് ബ്ലൗസ് ഇടുമ്പോൾ നമ്മുടെ ദേഹത്ത് കറക്റ്റ് ഫിറ്റായിട്ട് കിടക്കുന്ന പോലെ നമുക്ക് ഇടുമ്പോഴൊരു കംഫർട്ട് ഉണ്ടാവും ബ്ലൗസ് ഇടുമ്പോൾ. അപ്പോൾ ഇത് ശ്രദ്ധിച്ചാൽ നമുക്ക് ഇത്രയും ഗ്യാപ്പ് വരാതെ നമുക്ക് ഫിനിഷിങ്ങിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ.